ഈ കഴിഞ്ഞ വാരം നമ്മുടെ രാജ്യത്ത് നടന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ സമയം കിട്ടിയില്ല. അല്പം വൈകിട്ടാണെങ്കിലും അത് പരാമർശിക്കപ്പെടാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ഒന്ന്, ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ചൊല്ലി സുപ്രീം കോടതിയിലുണ്ടായിരുന്ന വ്യവഹാരമാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. വിദേശത്തുള്ളൊരു ഏജൻസി ചില രേഖകളും മറ്റ് സംഗതികളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ ഗൗതം അദാനി വലിയൊരു തട്ടിപ്പുകാരനാണ്. ഇയാളുടെ ഷെൽ കമ്പനികളുണ്ടാക്കി രാജ്യത്ത് നിന്ന് വലിയ തോതിൽ പണം വിദേശത്തേക്ക് സൈഫൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപയോഗിച്ച് ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഇയാളെ ഏമാത്തുകയാണ് എന്നൊക്കെയാണ് കണ്ടെത്തി നമ്മളെ ഉത്ബുദ്ധരാക്കിയത്. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് വിശ്വസിക്കുകയും വലിയ തോതിൽ വാർത്ത കൊടുക്കുകയും. അതേ തുടർന്ന് അദാനിക്ക് വലിയ അഭിമാനക്ഷതമുണ്ടായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെയൊക്കെ ഓഹരി വില വല്ലാതെ ഇടിഞ്ഞു. കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ മില്യൺ കണക്കിൽ ഡോളർ ഇദ്ദേഹത്തിന് നഷ്ടം വന്നു എന്നൊക്കെ പത്രത്തിൽ വന്നു. ഞാൻ അതിനെക്കുറിച്ച് അന്ന് വീഡിയോ ചെയ്തതായിട്ട് ഓർക്കട്ടെ. നരേന്ദ്രമോദി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അദാനിക്കെതിരെ ഉള്ള ഈ ആരോപണം എന്ന് ഞാനന്ന് പറഞ്ഞു. കാരണം ആരോപണം അദാനിക്കെതിരെയാണെങ്കിലും അതിൻ്റെ പരിണതഫലം മോഡിക്കെതിരായിരിക്കും. കാരണം അദാനിയും മോഡിയും തമ്മിലുള്ള ബന്ധം അത്രയും ഗാഢവും എല്ലാവർക്കും അറിവുള്ളതുമാണ്. പിന്നെ പല ആളുകൾ തമ്മിൽ പല ബന്ധങ്ങളുണ്ടാവും. പക്ഷേ അത് ഇതുപോലെ പരസ്യമായിരിക്കില്ല. അദാനി ആരാണ് മോഡി ആരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ മോഡാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോഡിയും അദാനിയും ചേർന്ന മോദാനിയായി. അപ്പോൾ ഇങ്ങനെ ഉറ്റ ബന്ധമുള്ള ഒരു ബിസിനസ്സുകാരൻ നടത്തിയത് വലിയ തട്ടിപ്പായിരുന്നെന്നും അതിനു വേണ്ടിയിട്ട് പൊതുപ്പണം ദുരുപയോഗം ചെയ്തു എന്നും തെളിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ, അല്ലെങ്കിൽ ഇയാളുടെ ബിസിനസ് മൊത്തം പൊളിഞ്ഞ് പാളീസായി നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ബ്ലേഡ് കമ്പനികൾ പൊട്ടിയ പോലെ അല്ലെങ്കിൽ ആട് തേക്ക് മാഞ്ചിയം പോലെയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മോഡിയുടെ യശോധാവള്യത്തെ ബാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമേജിനെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, അതിൽ തന്നെ രാഹുൽ ഗാന്ധി വളരെ ശക്തമായിട്ട് ഈ വിഷയം പല വേദികളിലും ഉന്നയിക്കും. ഇതൊരു വലിയ പൊതു താല്പര്യമുള്ള ഒരു സംഭവമാക്കി മാറ്റി തീർക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മറ്റ് പല നേതാക്കന്മാർക്കും അത്ര തന്നെ ആവേശം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ തന്നെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ അദാനിയുടെ അടുത്ത് പണം വാങ്ങിയിട്ടുള്ളവരാണ്. ഇപ്പോൾ കരിമണൽ കർത്താവിനെതിരായിട്ട് വലിയ സമരം നടത്താനായിട്ട് ഇവിടെ മാത്യു കുഴൽനാടൻ മാത്രമേ ഉള്ളൂ. കാരണം കുഴൽനാടൻ കർത്താവിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കർത്താവിന് കുഴൽനാടന് പണം കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കി ഒരു നേതാവും അതിനെതിരെ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം ഈ അദാനിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. അദാനിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും രണ്ട് മനസ്സായിട്ടാണ് നിന്നത്. പിന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ പറയുന്നതുകൊണ്ട് ഇവർക്ക് എതിര് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ചില പൊതു താല്പര്യക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് ആദ്യം സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് സെബിയോട് ഇതിനെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. സെബി ഇപ്പോൾ കോടതിയിൽ പറയുന്നത് 24 ആരോപണങ്ങളിൽ 22 ഞങ്ങൾ അന്വേഷിച്ചു. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അവർ പരസ്യപ്പെടുത്തിയില്ല. ഇനി വെറും 2 ബാക്കിയുള്ളൂ എന്നാണ്. അപ്പോൾ ഹർജിക്കാർ ആവശ്യപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ എന്തുണ്ടാവും എന്നുള്ള വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 3 മാസം പോലും ഇല്ലാത്ത സമയത്ത് സുപ്രീം കോടതി ഇതേക്കുറിച്ച് എന്തെങ്കിലും കടുത്ത പരാമർശങ്ങൾ നടത്തുകയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണം ഏൽപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മോഡിക്കും അദാനിക്കും വലിയ തിരിച്ചടിയാവുമായിരുന്നു. അദാനിയുടെ ഷെയർ പിന്നെയും ഇടിഞ്ഞ് നിലം പറ്റുമായിരുന്നു. അതുപോലെ മോഡിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഷെയറിനും വലിയ ക്ഷീണം തട്ടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ സുപ്രീം കോടതി അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അവർ സെബി പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുക്കുകയും ഇതിലിനിപ്പോൾ അധികം അന്വേഷിക്കാനൊന്നുമില്ല, അതും കൂടി ബാക്കിയുള്ളതും കൂടി അവർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഹർജി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നരേന്ദ്രമോദി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂ പിന്നെയും കുതിച്ച് കയറി. രണ്ടാമത്തെ സംഭവം ഇതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അദാനിക്ക് ആശ്വാസകരമായി വിധി ഉണ്ടായതിൻ്റെ പുറകെ അദാനിയുടെ വിവിധ വ്യവസായ സംരംഭങ്ങളുടെയൊക്കെ ഓഹരി വില വല്ലാതെ കുതിച്ച് കയറി. മുകേഷ് അംബാനിയെ പിന്തള്ളി വീണ്ടും ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ സംഭവം. ഒന്നാമത്തത് ഹർജി തള്ളി എന്നുള്ളത്. രണ്ടാമത്തത് അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂലധനം നിക്ഷേപം വർദ്ധിച്ചു, ഷെയറിൻ്റെ വില കൂടി, രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് അദാനി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിപര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ സുപ്രീം കോടതിയാണ്
ഇങ്ങനെയുള്ള വിധികളൊക്കെ ഉണ്ടാകും. പിന്നെ ഈ വക കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുന്നതിന് നിയമപരമായിട്ട് തന്നെ ചില പരിമിതികളുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതി അത്ര ഉത്സാഹിയായ ഏതെങ്കിലും ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, മോഡി ഒരു വഴിക്കാക്കി കളയാം എന്ന് വിചാരിച്ച് സുപ്രീം കോടതി എന്തെങ്കിലും ഉത്തരവിട്ടാൽ മാത്രമേ സംഭവിക്കുമായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ 3 സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടാകുക കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമുണ്ടല്ലോ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതോടുകൂടിയിട്ട് സുപ്രീം കോടതിയുടെ പത്തി മിക്കവാറും മടങ്ങിയില്ലെങ്കിൽ പോലും പത്തി ഒന്ന് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ ഒരു ആവേശത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ മൗവ മൊയ്ത്രയുടെ കേസ് അത് വേറൊരു ബെഞ്ചിലാണ് വന്നത്. അവിടെയും കോടതി വലിയ ആവേശമൊന്നും കാണിച്ചില്ല. അതിൽ ലോക്സഭയിലെ സെക്രട്ടറി ജനറലിനോട് ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ, അത് കഴിഞ്ഞ് മൗവ മൊയ്ത്രയോട് ഒരു റിപ്ലൈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാനും പറഞ്ഞ് മാർച്ച് മാസത്തേക്ക് കേസ് മാറ്റി. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. പിന്നെ അതിൽ നോട്ടീസൊക്കെ പോയി മടങ്ങി വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ കാലം കഴിഞ്ഞ് അടുത്തതിൻ്റെ പിന്നത്തെ പാർലമെൻറ്റായിട്ടുണ്ടോ നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ നിയമ സംവിധാനമായിട്ട് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത് തന്നെയാണ് ഈ യു പിയിൽ ഹലാൽ വിഭവങ്ങൾ നിരോധിച്ച സർക്കാർ ഉത്തരവിനെതിരെ വന്ന കേസിലും സുപ്രീം കോടതി വളരെ ലിഷറലി ആയിട്ടാണ് ഇടപെട്ട് അത് പതുക്കെ മതി, നോക്കട്ടെ, ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് യു പി സർക്കാരിന് ഒരു നോട്ടീസ് മാത്രം ഓർഡറാക്കി, പിന്നെ പരിഗണിക്കാം, ഇത് അത്ര വലിയ തലപോണ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഈ TVR ഷേണായി പണ്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷേണായി പറഞ്ഞത് ഏതോ അമേരിക്കൻ ഓതറെ കോട്ട് ചെയ്തുകൊണ്ടാണ്, ആത്യന്തികമായിട്ട് കോടതികളും ഈ ജനവിധിയെ തന്നെയാണ് പിന്തുടരുന്നത് എന്നാണ്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇവിടുത്തെ ജഡ്ജിമാർ സമ്മതിച്ചു തരില്ല, അവർക്ക് നിഷ്പക്ഷമായിട്ട് എന്താണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്നാണ് അവരുടെ ബോധ്യം, അല്ലെങ്കിൽ അവരുടെ ഭാവം. പക്ഷേ ഈ അഭിപ്രായത്തിന് വിപരീതമായിട്ട് വിധിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള വിധികളും ഇതുപോലുള്ള സംഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ്. ഇതിനെപ്പറ്റി കൂടുതൽ വല്ലതും പറഞ്ഞാൽ പിന്നെ കോടതി ലക്ഷ്യമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഏതായാലും സത്യം ജയിക്കട്ടെ, നീതി നടപ്പാകട്ടെ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.